ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഗണിതമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഗണിതത്തിലെ രണ്ടാമത്തെ പാഠം, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ നടന്നങ്ങനെ. അപ്പൊ എല്ലാ കൂട്ടുകാരും ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്ലാസ് കണ്ടു കാണുമല്ലോ, നമ്മുടെ തിത്തിരിക്കിലിയും ചങ്ങാതിമാരും. അപ്പൊ ആ തിത്തിരിക്കിലിയും ചങ്ങാതിമാരും എന്ന പാഠത്തിന് 3 ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സും, പിന്നെ നമ്മുടെ പ്രവർത്തന പുസ്തകം, നമ്മുടെ ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ്സും, അതേപോലെ തന്നെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ്സുമാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കാണാത്ത കൂട്ടുകാർ നിങ്ങൾ കാണുക. അപ്പൊ നമ്മുടെ മാത്സ്, നമ്മുടെ ഗണിതം മാത്രമല്ല എല്ലാ സബ്ജക്റ്റുകളും, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിന്റെ ലിങ്കും നമ്മുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ പാഠമല്ല, രണ്ടാമത്തെ പാഠം, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ നടന്നങ്ങനെ എന്ന പാഠത്തിന്റെ ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ സെക്കൻഡ് പാഠം രണ്ടാമത്തെ ചാപ്റ്റർ നടന്നങ്ങനെ. അപ്പൊ ഇതാണ് നടന്നങ്ങനെ എന്നുള്ള പാഠത്തിന്റെ ഫസ്റ്റ് പേജ്. എന്താ നിങ്ങൾ ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? എന്താ, കുറെ പൂക്കളൊക്കെ കാണുന്നില്ലേ? കുറെ പൂക്കളുണ്ട്, പിന്നെ എന്താ ഉള്ള പൂമ്പാറ്റകള്, പിന്നെ ആരൊക്കെ ഇവിടെ സംസാരിക്കുന്നത്? ആരൊക്കെയാണ്? ഒരു മുയലും ഒരു മാനും കൂടിയാണ് സംസാരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവരെന്താ പറയുന്നത്? നമുക്ക് വായിച്ചു നോക്കിയാലോ. ഇവരെന്താണ് പറയുന്നത് നോക്കൂ. മാൻ എന്താ പറയുന്നത്? ഹായ്, നല്ല ഭംഗി. കിട്ടു, നമുക്കൊന്ന് ചുറ്റാൻ പോയാലോ? അപ്പോ ഈ മുയലിന്റെ പേരാണ് കിട്ടു. അപ്പൊ കിട്ടു എന്താ പറയുന്നത്? ഞാനും വരാം മിന്നു. അപ്പൊ എന്താ പറയുന്നത്? നമ്മുടെ ഈ മാന്റെ പേരാണ് മിന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ മുയലിന്റെ പേര് കിട്ടു, മാന്റെ പേര് മിന്നു. പിന്നെ ഇവിടെ ആരൊക്കെയാ ഉള്ളത്? നോക്കി സ്മൈൽ ചെയ്തിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആരൊക്കെയാ? കുറെ പൂക്കളൊക്കെ ഉണ്ട് അല്ലേ? കുറെ പൂക്കളുണ്ട്. പിന്നെ എത്ര പൂമ്പാറ്റകൾ അവിടെ ഉള്ളത്? 1 2 3 പൂമ്പാറ്റകളുണ്ട് അല്ലെ. അപ്പൊ നോക്കൂ, എന്തൊക്കെയാണ് കാണുന്നത്? നിങ്ങൾ ഈ ചിത്രത്തിൽ എന്തൊക്കെയാ കാണുന്നത്? മുയൽ, മാൻ, ചെടികൾ, പൂക്കൾ, പൂമ്പാറ്റകൾ അല്ലെ. പൂമ്പാറ്റകൾ കാണുന്നില്ലേ? എത്ര പൂമ്പാറ്റകൾ, എത്ര പൂക്കൾ? ഈ ചിത്രത്തില് എത്ര പൂമ്പാറ്റകളെയാണ് നിങ്ങൾ കാണുന്നത്? എത്ര പൂമ്പാറ്റകളെ കാണുന്നത്? ഒന്ന് എണ്ണി നോക്കി ഉത്തരം പറഞ്ഞേ. 1 2 3 പൂമ്പാറ്റകൾ അല്ലെ. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? ഈ കോളത്തില് 3 എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ നമ്മൾ സംഖ്യകളൊക്കെ എഴുതാൻ പഠിച്ചതല്ലേ? നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? സംഖ്യകളൊക്കെ എഴുതാൻ നമ്മൾ പഠിച്ചതാണ്. 3 എന്നാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. എത്ര പൂമ്പാറ്റകളാണ്? 3. എത്ര പൂക്കൾ, എത്ര പൂക്കളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? എത്രയാ? 1 2 3 4 5 5 പൂക്കൾ. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? 5 എന്ന് എഴുതണം. 5. 3 പൂക്കൾ കൂടുതൽ സന്തോഷത്തിലാണ്. എന്തുകൊണ്ടായിരിക്കും? ഇവിടെ നോക്കിക്കേ, 3 പൂക്കൾ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം എന്താ? അവരുടെ അടുത്ത് ആര് വന്ന് നിൽക്കുകയാണ്? പൂമ്പാറ്റകൾ വന്ന് നിൽക്കുകയാണ് അല്ലെ. തേൻ കുടിക്കാൻ പൂമ്പാറ്റകൾ വന്ന് നിൽക്കുകയാണ്. ആ സന്തോഷത്തിലാണ് അവർ ചിരിക്കുന്നത്. നോക്കൂ അടുത്ത പേജ്, നെക്സ്റ്റ് പേജ്. എന്താ നിങ്ങൾ ഈ ചിത്രത്തിൽ എന്താ കാണുന്നത്? നമ്മുടെ മിന്നുമാനും ഉണ്ട്, അതുപോലെ കിട്ടുമുയലും ഉണ്ട് അല്ലെ. ഇവർ നടക്കാൻ പോവാണ്, അവർ ചുറ്റി നടക്കാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ നോക്കൂ, അവർ നോക്കി നിൽക്കുന്നത് ആരാ? മരത്തിന്റെ മുകളിൽ ആരെയാണ് നിങ്ങൾ കാണുന്നത്? ഒരു കുരങ്ങൻ ഇരിക്കുന്നുണ്ട് അല്ലെ. ഒരു കുരങ്ങനുണ്ട്. പിന്നെ ഇതാ ഇവിടെ ആരുടെയോ ഒരാളുടെ വാലും കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, എന്താ പറയുന്നത് നോക്കാം. മിന്നുവും കിട്ടുവും കാട്ടിലൂടെ നടന്നു തുടങ്ങി. ഇതാ ഒരു സഞ്ചി, ഇതിൽ എന്തായിരിക്കും? അപ്പൊ മിന്നുവും കിട്ടും കൂടെ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കിട്ടുമുയൽ എന്ത് കാണുന്നത്? ഒരു മരത്തിന്റെ താഴെയായിട്ട് ഒരു സഞ്ചി ഇരിക്കുന്നു. ഒരു സഞ്ചി ഇരിക്കുകയാണ്, ഒരു ബാഗ്. അപ്പൊ ഇതിൽ എന്തായിരിക്കും എന്ന് കിട്ടു ഇങ്ങനെ ചോദിക്കണം, മിന്നുവിനോട് ചോദിക്കണം. എന്തായിരിക്കും ആ സഞ്ചിയിൽ എന്തായിരിക്കും? നമുക്ക് നോക്കാം എന്ന് പറയുകയാണ്. നമുക്ക് അടുത്ത പേജ് നോക്കിക്കേ. മരച്ചുവട്ടിലെ സഞ്ചി മിന്നുവും കിട്ടുവും തുറന്നു നോക്കി. അപ്പൊ സഞ്ചിക്കകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ കിട്ടുവും മിന്നുവും കൂടെ എന്ത് ചെയ്തു? സഞ്ചി തുറന്നു നോക്കി. സഞ്ചിക്കകത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? തൊപ്പികളായിരുന്നു ഉണ്ടായിരുന്നത്. നോക്കിക്കേ, അപ്പൊ എന്താ മിന്നു പറയുന്നത് നോക്കൂ. ഹായ് തൊപ്പികൾ. എന്താണ് നമ്മുടെ സഞ്ചിക്കകത്ത് എന്താ ഉണ്ടായിരുന്നത്? തൊപ്പികൾ അല്ലെ. ഹായ് തൊപ്പികൾ. ഇപ്പൊ ഈ ചിത്രത്തിൽ ആരൊക്കെയാണ്, ഏതൊക്കെ മൃഗങ്ങളെയാണ് നിങ്ങൾ കാണുന്നത്? നമ്മുടെ മുയലുണ്ട്, മാനുണ്ട്, പിന്നെ മരത്തിന്റെ മുകളിൽ ആരാ ഇരിക്കുന്നത്? കുരങ്ങൻ. പിന്നെ ഇവിടെ ആരാ നോക്കൂ, ഇതാണ് അണ്ണാൻ. ഓക്കെ, മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നത് ആരൊക്കെയാണ്? കുരങ്ങൻ, അണ്ണാൻ. മരത്തിന്റെ താഴെയുള്ളത് ആരൊക്കെയാ? മുയൽ, മാൻ. ഇവരെന്താ കണ്ടത്? എന്താ? തൊപ്പികളാണ് കണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, എന്താ നമുക്ക് ചോദ്യം എന്താ നോക്കാം. അകത്ത് എത്ര, പുറത്ത് എത്ര? എന്ന് വെച്ചാൽ നമ്മൾ സഞ്ചി തുറന്ന് കുറെ തൊപ്പികളൊക്കെ പുറത്ത് വീണുപോയി, കുറെ ഇതൊക്കെ അകത്തുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? സഞ്ചിക്ക് അകത്ത് എത്ര, സഞ്ചിക്ക് ഉള്ളിലുള്ള തൊപ്പികൾ എത്രയാണെന്ന് എണ്ണീറ്റ് എഴുതുക. അതുപോലെ സഞ്ചിയുടെ പുറത്തുള്ള തൊപ്പികൾ, സഞ്ചിയുടെ പുറത്ത് കിടക്കുന്ന ഈ തൊപ്പികൾ എണ്ണീറ്റും എഴുതണം. അപ്പൊ നമുക്ക് ഈ അകത്ത് പുറത്ത്, എന്താ അകത്ത് വെച്ചാൽ ഉള്ളിൽ അല്ലെ. അകത്ത് ഉള്ളിൽ, പുറത്ത് വെച്ചാൽ പുറത്ത് കിടക്കുന്നത്, അവിടെ പുറത്ത് കിടക്കുന്ന തൊപ്പികൾ. അപ്പൊ ഇവിടെ നോക്കൂ, അകത്ത് എത്ര തൊപ്പികളാണ് കിടക്കുന്നത്? എണ്ണി നോക്കൂ. 1 2 3. അകത്ത് എത്ര തൊപ്പികളുണ്ട്? 3. പുറത്ത് എത്ര? പുറത്ത് ഇവിടെ എത്ര തൊപ്പികളാണ് കിടക്കുന്നത്? 1 2 3 4. എത്ര തൊപ്പികളുണ്ട്? 4. അപ്പൊ എത്ര തൊപ്പികളുണ്ട്? മൊത്തം എത്ര തൊപ്പികളുള്ളത്?
1 2 3 4 5 6 7 എത്ര തൊപ്പികളുണ്ട്? 7 തൊപ്പികളാണ് അല്ലേ? അപ്പൊ അകത്ത് 3 തൊപ്പികളുണ്ട്, പുറത്ത് 4 തൊപ്പികളുണ്ട്. ഇവിടെ എന്തും കൂടെ ചെയ്യണം? തൊപ്പികൾക്ക് നിറം നൽകൂ. നമ്മുടെ ഇവിടെ പുറത്ത് കിടക്കുന്ന തൊപ്പികൾക്കൊന്നും നിറമില്ല അല്ലെ? അപ്പൊ ഈ പുറത്തുള്ള 4 തൊപ്പികൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ്. കുഞ്ഞനണ്ണാനും പിങ്കിക്കുരങ്ങും തൊപ്പികൾ എടുത്ത് മുകളിൽ കയറി. അപ്പൊ നമ്മുടെ പേര് ഓർമ്മയില്ലേ? മുയലിന്റെ പേരെന്തായിരുന്നു? കിട്ടുമുയല്. മാന്റെ പേരെന്തായിരുന്നു? മിന്നുമാൻ അല്ലെ? മിന്നുമാനാണ്. ഇവിടെ നമ്മൾ രണ്ടാളെ കൂടെ പരിചയപ്പെട്ടു, ഒരു കുരങ്ങനും ഒരു അണ്ണാനും. കുരങ്ങന്റെ പേരെന്താ? കുഞ്ഞനണ്ണാൻ എന്നാണ്. അണ്ണാന്റെ പേര് കുഞ്ഞനണ്ണാൻ, കുരങ്ങന്റെ പേര് പിങ്കിക്കുരങ്ങ്. ഇവരെന്ത് ചെയ്തു? തൊപ്പികൾ കണ്ടപ്പോൾ ഇവർക്ക് എല്ലാവരും സന്തോഷമായിട്ട് ഇവരെല്ലാവരും എന്ത് ചെയ്തു? ഓരോ തൊപ്പികളെ കയ്യിൽ കുറെ കിട്ടുന്ന തൊപ്പികളൊക്കെ എടുത്തു. അപ്പൊ കുഞ്ഞനണ്ണാനും എടുത്തു, പിങ്കിക്കുരങ്ങും തൊപ്പികൾ എടുത്തു. എവിടേക്കാണ് അവർ കയറിയത്? മരത്തിന്റെ എവിടെ കയറി? മരത്തിന്റെ മുകളിൽ കയറി. മുകളിൽ കണ്ട് ഈ വാക്ക് ശ്രദ്ധിക്കുക. മുകളിൽ എന്ന് വെച്ചാൽ എന്താ? മരത്തിന്റെ മുകളിൽ അല്ലെ? മുകളിലേക്ക് കയറി. പക്ഷെ നമ്മുടെ മാനും മുയലും, അതായത് നമ്മുടെ കിട്ടു മിന്നു എവിടെ നിൽക്കുന്നത്? മരത്തിന്റെ എവിടെ നിൽക്കുന്നത്? താഴെയാണ് നിൽക്കുന്നത് അല്ലെ? മരത്തിന്റെ എവിടെ നിൽക്കുന്നു? ദാ താഴെയാണ് നിൽക്കുന്നത്. മുകളിലുള്ളത് ആരൊക്കെയാ? നമ്മുടെ പിങ്കിക്കുരങ്ങും നമ്മുടെ കുഞ്ഞനണ്ണാനുമാണ് മരത്തിന്റെ മുകളിലുള്ളത്. ഇനി ഇവിടെ നോക്കൂ, എത്ര തൊപ്പികൾ. ഇവിടെ അവർ എത്ര തൊപ്പികളാണ് എടുത്തിരിക്കുന്നത് നോക്കിക്കേ. അണ്ണാൻ എത്ര തൊപ്പി എടുത്തു? മുയൽ എത്ര എണ്ണം എടുത്തു? കുരങ്ങും മാനും അവരവരുടെ കയ്യിൽ എത്ര തൊപ്പികളാണ് ഉള്ളതെന്നാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ നോക്കൂ, അണ്ണാന്റെ കയ്യിൽ എത്ര തൊപ്പികളാണ് ഉള്ളത്? അണ്ണാന്റെ കയ്യിൽ എത്ര തൊപ്പി ഉണ്ട്? 1 അല്ലെ? ഒരു തൊപ്പി. അപ്പൊ അണ്ണാന്റെ ഇവിടുത്തെ കോളത്തിൽ എന്ത് എഴുതുക? 1 എന്ന് എഴുതുക. ഇവിടെ എന്ത് എഴുതണം? 1. അടുത്തത് രണ്ടാമത് മുയൽ എത്ര തൊപ്പികളാണ് എടുത്തിരിക്കുന്നത്? മുയലിന്റെ തൊപ്പികൾ നോക്കൂ. ഇവിടെ എത്ര മുയലിന്റെ കയ്യിലുണ്ട്? 1 2 തൊപ്പികളുള്ളത് അല്ലെ? അപ്പൊ മുയലിന്റെ അവിടെ എന്ത് എഴുതുക? മുയലിന്റെ കോളത്തിൽ 2 എന്ന് എഴുതുക. അതുപോലെ കുരങ്ങിന്റെ കയ്യിൽ എത്ര തൊപ്പികളുള്ളത് നോക്കൂ. 1 തലയിൽ വെച്ചിട്ടുണ്ട് അല്ലെ? 1 2 3 തൊപ്പികളാണ് കുരങ്ങിന്റെ കയ്യിൽ. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? 3 എന്ന് എഴുതുക. അതുപോലെ മാന്റെ കയ്യിൽ എത്ര തൊപ്പികളുള്ളത്? 1. അപ്പൊ ഇവിടെ എന്ത് എഴുതുക? 1 എന്ന് എഴുതുക. അപ്പൊ ഇതുപോലെ അവരുടെ കയ്യിലുള്ള തൊപ്പികൾ എത്രയാണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. സഞ്ചിയിൽ ഇപ്പോൾ എത്ര തൊപ്പികൾ? ഒന്നുമില്ല, 0. അപ്പൊ ഇവിടെ നോക്കൂ, സഞ്ചി. അവിടെ സഞ്ചി ഉണ്ട് അല്ലെ? സഞ്ചിയിൽ ഇപ്പൊ എത്ര തൊപ്പികളാണ് ഉള്ളത്? ഒന്നുമില്ല എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയാ? 0 എന്നാണ് പറയാ. 0 എന്ന് വെച്ചാൽ 0. കണ്ടോ? ഒരു 0 ആണ് നമ്മൾ 0 എന്നാണ് പറയാ. അപ്പൊ ഇപ്പൊ സഞ്ചിയിൽ എത്ര തൊപ്പികളാണ് ഉള്ളത്? ഒന്നുമില്ല അല്ലെ? ഒന്നുമില്ല എന്ന് വെച്ചാൽ 0. അടുത്ത പേജ്. പാടാം എഴുതാം. ഇവിടെ ഒരു പാട്ടാണ് കൊടുത്തിരിക്കുന്നത്. പാട്ടിൽ എന്തുണ്ട്? കുറെ സംഖ്യകളെ കുറിച്ച് കൂടെ പറയുന്നുണ്ട്. അതിന്റെ ആൻസേഴ്സ് നമ്മൾ ഇവിടെ എന്ത് എഴുതണം? ഉത്തരങ്ങൾ ഈ കോളങ്ങളിൽ എഴുതും വേണം. എന്താ പാട്ടിന്റെ പേരെന്താ? എത്ര മാങ്ങ. എന്താ പാട്ടിന്റെ പേര്? എത്ര മാങ്ങ എന്നാണ് പേര്. ഒന്ന് വായിച്ചു നോക്കിയാലോ. മുറ്റത്തെ മാവിന്മേൽ മാങ്ങ 5. പൂവാലണ്ണൻ അന്ന് തിന്നു, മാവിന്മേൽ ഇനി എത്ര ബാക്കിയുണ്ട്? കാറ്റടിച്ചപ്പോൾ 1 വീണു, മാവിന്മേൽ ഇനി എത്ര ബാക്കിയുണ്ട്? കാക്കമ്മ വന്നൊന്ന് കൊത്തി തിന്നു, മാവിന്മേൽ ഇനി എത്ര ബാക്കിയുണ്ട്? അമ്മു എറിഞ്ഞപ്പോൾ 1 വീണു, മാവിന്മേൽ ഇനി എത്ര ബാക്കിയുണ്ട്? അപ്പു വന്നൊന്ന് പറിച്ചെടുത്തു, മാവിന്മേൽ ഇനി എത്ര ബാക്കിയുണ്ട്? മാവിന്മേൽ മാങ്ങകൾ ഒന്നുമില്ലെങ്കിൽ 0 ഇതാണ് നമ്മുടെ പാട്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഉത്തരങ്ങളും എഴുതണം. മുറ്റത്തെ മാവിന്മേൽ എത്ര മാങ്ങ ഉണ്ടെന്നാണ് പറയുന്നത്? 5 മാങ്ങയാണ് അല്ലെ? അപ്പൊ ഇവിടെ നോക്കൂ, ഈ കുത്തികൾക്ക് മേലെ കൂടെ എന്ത് ചെയ്യുക? ഇവിടെ 5 എന്ന് എഴുതണം. 5. പൂവാലണ്ണൻ എത്ര തിന്നു? 1 തിന്നത് അല്ലെ? 1 തിന്നു. അപ്പൊ ബാക്കി എത്രയുണ്ടെന്ന് വെച്ചാൽ 5 മാങ്ങയിൽ നിന്ന് ഒരു മാങ്ങയാണ് അണ്ണാൻ കഴിച്ചത്. ബാക്കി എത്രയുണ്ട്? അപ്പൊ 5ൽ നിന്നും 1 കുറച്ചാൽ, 5ൽ നിന്ന് 1 കുറച്ചാൽ ഉത്തരം എത്രയാ? 4. 5ൽ നിന്ന് 1 കുറഞ്ഞാൽ 5 മാങ്ങയിൽ നിന്നും ഒരു മാങ്ങ കുറഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? 4 ആണ് ഉള്ളത്. അതിൽ നിന്ന് ഈ 4 മാങ്ങയിൽ നിന്ന് 1 കാറ്റടിച്ചപ്പോൾ 1 താഴെ വീണു. ബാക്കി എത്രയാണുള്ളത്? അപ്പൊ 4 എണ്ണമാണ് അല്ലെ? അപ്പൊ 4ൽ നിന്ന് 1 കുറയ്ക്കുക. 4ൽ നിന്ന് 1 കുറച്ചാൽ എത്ര ഉത്തരം? 3. 3 എണ്ണത്തിൽ നിന്ന് കാക്കമ്മ വന്നൊന്ന് കൊത്തി തിന്നു. കാക്കമ്മ 1 കൊത്തി തിന്നു. ബാക്കി എത്രയുള്ള? 3ൽ നിന്ന് 1 കുറയ്ക്കുക. 3ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ ഉത്തരം എന്താ? 2. ഓക്കെ, 2. അമ്മു എറിഞ്ഞപ്പോൾ 1 വീണു, മാവിന്മേൽ ഇനി എത്ര ബാക്കിയുണ്ട്? അപ്പൊ 2 എണ്ണത്തിൽ നിന്ന് 1 അമ്മു എറിഞ്ഞു വീഴ്ത്തി. അപ്പൊ ബാക്കി എത്രയാണ് മാവിന്റെ മേലെ ഉള്ളത്? 1. അപ്പു വന്നൊന്ന് പറിച്ചെടുത്തു. ആ 1 ആര് പറിച്ചെടുത്തു? അപ്പു വന്നിട്ട് പറിച്ചെടുത്തു. ബാക്കി എത്രയുള്ള? ബാക്കി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ ഉത്തരം? എന്താ? 0. കണ്ടോ? അപ്പൊ എങ്ങനെ കുറയ്ക്കുക? വളരെ സിമ്പിൾ അല്ലേ കുറയ്ക്കുന്നത്? അപ്പൊ 5 5 1 കുറച്ചു 4, 4 1 പോയപ്പോ 3, 3 വീണ്ടും 1 പോയി 2, 2 1 പോയപ്പോ 1, ആ 1 അപ്പൊ പറിച്ചെടുത്തു. ബാക്കി എന്താ ഉള്ളത്? 0 ആണ് ഉള്ളത്. ബാക്കി ഒന്നുമില്ല അല്ലെ? ഒന്നുമില്ല പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? 0. എങ്ങനെയുണ്ട് മാങ്ങയെ കുറിച്ചുള്ള പാട്ട്? നന്നായിട്ടില്ലേ? അടുത്ത പേജ്, നെക്സ്റ്റ് പേജ്. പുഴയിൽ മുഖം കഴുകാൻ പോയ തൊപ്പി വിൽപ്പനക്കാരൻ രാമുണ്ണി മാമൻ തിരിച്ചെത്തി.
മരത്തിന്റെ ചുവട്ടിലിരുന്നു. അപ്പൊ ഇവിടെ ഒരു സഞ്ചി ഉണ്ടായിരുന്നു അല്ലെ, ഈ സഞ്ചി ആരുടെ സഞ്ചി? ഇത് സഞ്ചിക്കകത്ത് എന്താണ്ടായിരുന്ന? തൊപ്പികൾ ഉണ്ടായിരുന്നു. ആ തൊപ്പികൾ എല്ലാവരും വന്ന് എടുത്തിട്ട് പോയി. അപ്പൊ ആരുടെ സഞ്ചിയായിരുന്നു അത്? നമ്മുടെ രാമുണ്ണി മാമന്റെ, തൊപ്പി വിൽപ്പനക്കാരനായ രാമുണ്ണി മാമന്റെ സഞ്ചിയായിരുന്നു അത്. അപ്പൊ രാമുണ്ണി മാമൻ എവിടെ പോയതായിരുന്നു? ആ തൊപ്പിയുള്ള സഞ്ചിയൊക്കെ അവിടെ സൈഡിൽ മരത്തിന്റെ താഴെ വെച്ചിട്ട് ഒന്ന് മുഖം കഴുകാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. പുഴയിലൊന്ന് മുഖം കഴുകാൻ വേണ്ടി പോയ സമയത്തായിരുന്നു നമ്മുടെ കിട്ടുവും മിന്നും അതുപോലെ നമ്മുടെ കുരങ്ങനും അണ്ണാനൊക്കെ വന്നിട്ട് എന്ത് ചെയ്തത്? തൊപ്പിയൊക്കെ എടുത്ത് പോയത് അല്ലെ. അപ്പൊ വന്ന് രാമുണ്ണി മാമൻ വന്ന് നോക്കിയോ, സഞ്ചിയിലൊന്നുമില്ല. സഞ്ചി മാത്രമുണ്ട്, സഞ്ചിയിൽ തൊപ്പികളൊന്നുമില്ല. രാമുണ്ണി മാമന് ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ രാമുണ്ണി മാമൻ എന്താ പറയുന്നത്? അയ്യോ എന്റെ തൊപ്പികളൊക്കെ പോയിട്ട് രാമുണ്ണി മാമൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്. സഞ്ചിയിൽ തൊപ്പികൾ ഒന്നുമില്ല, 0. രാമുണ്ണി മാമൻ സങ്കടപ്പെട്ടു. ഇവിടെ നോക്കൂ, 0 എഴുതാൻ എല്ലാ കൂട്ടരും പഠിച്ചതല്ലേ. ഇപ്പൊ ഇവിടെ എന്ത് എഴുതുക? 0 എന്ന് എഴുതണം. കണ്ടോ, അതുപോലെ സംഖ്യ എഴുതുക. അപ്പൊ നമ്മുടെ രാമുണ്ണി മാമൻ സങ്കടപ്പെട്ടിരിക്കുകയാണ് അല്ലെ. വരച്ച് യോജിപ്പിക്കൂ. ഓരോരുത്തർക്കും ഓരോ തൊപ്പി വേണം. അണ്ണാൻ കൂട്ടത്തിന് ഏത് തൊപ്പിക്കൂട്ടം വേണം? കുരങ്ങുകൾക്കോ മുയലുകൾക്കോ? അവ തമ്മിൽ ചേർത്ത് വരയ്ക്കൂ. ഇവിടെ നോക്കിക്കേ, ഒരേ സംഖ്യകൾ തമ്മിലാണ് ചേർത്ത് വരയ്ക്കുന്നത്. അത് എണ്ണി നോക്കണം. ഇവിടെ അണ്ണാന്റെ കൂട്ടമുണ്ട്, കുരങ്ങന്റെ കൂട്ടം, മുയൽക്കൂട്ടം ഉണ്ട്. അതുപോലെ അവർക്കുള്ള തൊപ്പികളും ഉണ്ട്. അപ്പൊ ഒരേ സംഖ്യകൾ തമ്മിൽ എണ്ണി നോക്കുക. അണ്ണാൻ എത്ര അണ്ണാനുണ്ട്? അപ്പൊ ഇതിൽ എത്ര അതേ സംഖ്യ വരുന്ന തൊപ്പികൾ ഏതാ? അതിലേക്ക് എന്ത് ചെയ്യണം? വരച്ച് യോജിപ്പിക്കണം. ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കും, മുയലുകൾ എത്ര ഉണ്ട്? 1 2 3 4 5 6 മുയൽ. അപ്പൊ ഇവിടെ 6 എണ്ണമുള്ള കൂട്ടം ഏതാണ്? തൊപ്പിക്കൂട്ടം ഏതാ 6 എണ്ണം ഉള്ളത്? എണ്ണി നോക്കുക. ഇവിടെ നോക്കൂ, ഇത് എണ്ണി നോക്കൂ. ഇതില് 1 2 3 4 5 5 ഉള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ 6 ആണ്. 6 പേർക്കും വേണം. അപ്പൊ ഇത് പറ്റില്ല. അപ്പൊ അടുത്ത് എണ്ണി നോക്കൂ, 1 2 3 4 5 6. അപ്പൊ ഇതിൽ 6 കറക്റ്റ് 6 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? മുയൽ കൂട്ടത്തിന്റെ ഇതിലേക്കും എന്ത് ചെയ്യണം? വരച്ച് യോജിപ്പിക്കുക. അതേപോലെ അണ്ണാനെയും കുരങ്ങനെയും അണ്ണാനെയും എന്ത് ചെയ്യുക? അവരുടെ സംഖ്യകളിലേക്ക് വരച്ച് യോജിപ്പിക്കുക. നോക്കൂ, അണ്ണാൻ എത്ര അണ്ണാനുള്ളത്? 5 അണ്ണാൻ അല്ലെ. 1 2 3 4 5 5 അണ്ണാനാണുള്ളത്. അപ്പൊ 5 എണ്ണമുള്ള തൊപ്പിയിലേക്ക് വരച്ച് യോജിപ്പിക്കുക. അടുത്തത് നമ്മൾ എന്താണ്? കുരങ്ങിനെ എന്ത് ചെയ്യണം? ഇതിലേക്ക് 7 എണ്ണമുള്ള അതിലേക്ക് വരച്ച് യോജിപ്പിക്കുക. അടുത്ത മുയൽ 6 എണ്ണം. അപ്പൊ 6 എണ്ണത്തിലേക്ക് വരച്ച് യോജിപ്പിക്കുക. നെക്സ്റ്റ് പേജ്. തൊപ്പിക്കാരന്റെ വിഷമം കണ്ട് പിങ്കി കുരങ്ങ് താഴെ വന്നു. പിങ്കി 3 എണ്ണവും കിട്ടുമുയൽ 2 തൊപ്പിയും തിരികെ കൊടുത്തു. എത്ര തൊപ്പികൾ തിരിച്ചു കിട്ടി? അപ്പൊ നമ്മുടെ തൊപ്പിക്കാരന്റെ വിഷമം, നമ്മുടെ എന്താണ് ഈ തൊപ്പി വിൽപ്പനക്കാരന്റെ വിഷമം കണ്ടിട്ട് പിങ്കിക്കുരങ്ങനും അതുപോലത്തെ പിങ്കിക്കുരങ്ങനും കിട്ടുമുയലും വളരെ സങ്കടമായിട്ട് പിങ്കിക്കുരങ്ങൻ എന്ത് ചെയ്തു? മരത്തിന്റെ മുകളിലായിരുന്നു അല്ലെ, താഴെ വന്നു. എവിടെ വന്നു? താഴേക്ക് വന്നു. താഴെ വന്നിട്ട് നമ്മുടെ പിങ്കിക്കുരങ്ങന്റെ കയ്യിൽ എത്ര തൊപ്പി ഉണ്ടായിരുന്നേ? 3 തൊപ്പി ഉണ്ടായിരുന്നില്ല. ആ 3 എണ്ണം തിരിച്ചു കൊടുത്തു. കിട്ടുമുയലിന്റെ കയ്യിൽ എത്ര തൊപ്പി ഉണ്ടായിരുന്നു? 2 തൊപ്പി ഉണ്ടായിരുന്നു. 2 തൊപ്പിയും തിരിച്ചു കൊടുത്തു. അപ്പൊ എത്ര തൊപ്പികളായിരിക്കും നമ്മുടെ തൊപ്പി വിൽപ്പനക്കാരന് കിട്ടിയിട്ടുണ്ടാവുക? 3 എണ്ണവും അതേപോലെ നമ്മുടെ കിട്ടുമുയലിന്റെ കയ്യിലുള്ള 2 എണ്ണം ഇവിടെ തൊപ്പിയിൽ കാണിക്കുന്നുണ്ട്. എണ്ണി നോക്കിക്കേ, 1 2 3 4 5. എത്ര എണ്ണം കിട്ടി? ആകെ എത്ര തൊപ്പി തിരിച്ചു കിട്ടി? 5. ഇതാ ഞാൻ എടുത്ത ഒരു തൊപ്പി. ഇതാരാ പറയുന്നത്? നമ്മുടെ അണ്ണാൻ പറയാണ് അല്ലെ. അണ്ണാൻ എന്ത് ചെയ്തു? ഒരു തൊപ്പി കൂടി കിട്ടിയപ്പോൾ തൊപ്പികളുടെ എണ്ണം എത്രയായി? അണ്ണാൻ എന്ത് ചെയ്തു? അണ്ണാന്റെ കയ്യിലുള്ള തൊപ്പിയും തിരിച്ചു കൊടുത്തു. അപ്പൊ തൊപ്പികളുടെ എണ്ണം എത്രയായി? 5ന്റെ കൂടെ ഇപ്പൊ 5 എണ്ണം തിരിച്ചു കിട്ടി. 5ന്റെ കൂടെ ഒന്നും കൂടെ ചേർന്നാൽ, 5ന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയാൽ ഉത്തരം എന്താണ്? 6. 5ന്റെ കൂടെ 1 ചേർന്നാൽ ഉത്തരം എന്താണ്? 6. അപ്പൊ എത്ര തൊപ്പി ഇപ്പൊ ഉണ്ട്? നമ്മുടെ തൊപ്പിക്കാരുടെ കയ്യിൽ എത്ര ഉണ്ട്? 6 തൊപ്പി ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? 6 എന്ന് എഴുതുക. 6. ഞാൻ എടുത്ത ഒരെണ്ണം കൂടി തരാം. ഇത് ആരാ പറഞ്ഞത്? നമ്മുടെ മിന്നുമാൻ പറയണല്ലേ. മിന്നുമാൻ എന്ത് ചെയ്തു? മിന്നുമാൻ എടുത്ത തൊപ്പിയും കൂടെ തിരിച്ചു കൊടുത്തു. ഇപ്പോൾ തൊപ്പികളുടെ എണ്ണം 6ന്റെ കൂടെ ഇപ്പൊ 6 തൊപ്പി ഉണ്ട് അല്ലെ. 6 തൊപ്പിന്റെ കൂടെ ഒന്നുകൂടെ കിട്ടിയാൽ ഉത്തരം എന്താ? 7 തൊപ്പി. രാമുണ്ണി മാമന് സന്തോഷമായി. അപ്പൊ എല്ലാവരും എടുത്ത് തൊപ്പിക്ക് തിരിച്ചു കൊടുത്തു. അങ്ങനെ മൊത്തം 7 തൊപ്പിയും തിരിച്ചു കിട്ടിയപ്പോ രാമുണ്ണി മാമൻ എന്തായി? വളരെയധികം സന്തോഷമായി, ഹാപ്പി ആയിട്ട് രാമുണ്ണി മാമൻ എന്ത് ചെയ്തു? തിരിച്ചു പോയി അല്ലെ. മിന്നുവും കിട്ടുവും നടത്തം തുടർന്നു. അങ്ങനെ മിന്നുവും കിട്ടുവും അവിടെ നിന്ന് നടന്ന് പോവുകയാണ്. അപ്പോഴാണ് ആര് ചോദിക്കുന്നത്? ഇവിടെ നോക്കൂ, ഒരു പക്ഷി ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ഒരു ചെറിയ പക്ഷി എന്താ ചോദിക്കുന്നത്? ഒരു കിളി ചോദിക്കുന്നത്. ഹേയ് എങ്ങോട്ടാ? ഞങ്ങളും വന്നോട്ടെ. ഇവിടെ ആരൊക്കെയാ ചോദിക്കുന്നത്? ഒരു കിളിയുണ്ട്, ഒരു ചെറിയ പക്ഷിക്കുട്ടിയുണ്ട്, അതുപോലെ ഒരു പൂമ്പാറ്റയും. ഇവരെന്താ ചോദിക്കുന്നത്? നമ്മുടെ മിന്നുമാന്റെ അടുത്തും കിട്ടുമുയലിന്റെ അടുത്തും ഞങ്ങൾ വന്നോട്ടെ, നിങ്ങളുടെ കൂടെ നടക്കാം, ഞങ്ങൾ വന്നോട്ടെ നിങ്ങളുടെ കൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മിന്നുമാൻ എന്ത് പറഞ്ഞു? അതിനെന്താ, വന്നോളാൻ പറഞ്ഞു അല്ലെ. വന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവർ ആരൊക്കെ കൂടെ ഇപ്പൊ നടക്കുന്നത് നോക്കൂ. നമ്മുടെ കിട്ടുമുയലും മിന്നുമാനും അതുപോലെ ഇപ്പൊ പുതിയതായി വന്ന ആ പക്ഷിക്കുട്ടിയും ആ കിളിക്കുട്ടിയും പിന്നെ പൂമ്പാറ്റയും കൂടെ അങ്ങനെ യാത്ര തുടർന്നു. അവർ 4 പേരും കൂടെ യാത്ര തുടർന്നു. മിന്നുമാനിന്റെ മുന്നിൽ ആര്? ടിക്കിടുക. അതായത് മുന്നിൽ മിന്നുമാനാണിത്. മിന്നുമാന്റെ മുന്നിൽ ആരാണ്? അതായത് ഫ്രണ്ടിൽ ആരാ? മിന്നുമാന്റെ മുന്നിൽ ആരാ ഇപ്പൊ ഉള്ളത്? അതെന്ത് ചെയ്യുക? ടിക്കിടാനാ പറഞ്ഞത്. ആരാ ഉള്ളത്? പൂമ്പാറ്റയാണല്ലോ. അപ്പൊ ഈ കോളത്തിൽ എന്ത് ചെയ്യണം? ടിക്കിടുക. ആരാ മുന്നിലുള്ളത്? ആരാണ്? പൂമ്പാറ്റയാണ് ഉള്ളത്. പൂമ്പാറ്റ. മിന്നുമാനിന്റെ പിന്നിലാരാ? ഇവിടെ നോക്കൂ, പിന്നിൽ ആരാ ഉള്ളത്? ഇതാരാ? നമ്മുടെ കിട്ടുമുയലാണുള്ളത്. കിട്ടുമുയലിൽ ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യണം? സ്മൈലി വരയ്ക്കുക. ഇതുപോലുള്ള സ്മൈലി എന്ത് ചെയ്യുക? ഇവിടെ വരയ്ക്കുക.
ഇതുപോലെ വരച്ചു. ഓക്കെ, നെക്സ്റ്റ് എല്ലാവർക്കും വിശന്നു. അങ്ങനെ അവർ നടന്ന് പോകുമ്പോൾ എല്ലാവർക്കും നല്ല വിശക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർ എന്ത് കണ്ടത്? ഒരു മാവില് കുറേ നല്ല പഴുത്ത മാമ്പഴങ്ങളൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു. ഹായ് മാമ്പഴം, ആര് മുകളിൽ കയറും? ആരെ ചോദിച്ചേ? പൂമ്പാറ്റ ചോദിക്കണം. അപ്പൊ ഈ പക്ഷി എന്ത് പറഞ്ഞു? നമ്മുടെ പക്ഷിക്കുട്ടി എന്ത് പറഞ്ഞു? കുഞ്ഞിക്കിളി എന്താ പറയുന്നത്? ഞാൻ കൊത്തിയിടാം എന്ന് പറഞ്ഞു. കുഞ്ഞിക്കിളി പറഞ്ഞു. കുഞ്ഞിക്കിളി മാമ്പഴം കൊത്തിയിട്ടു. 1 വീതം ഓരോരുത്തരും എടുത്തു. ബാക്കി എത്രേ? എങ്ങനെ കണ്ടുപിടിച്ചു? പറയൂ. അതായത് മൊത്തം എത്ര മാമ്പഴമാണ് മാവിലുള്ളതെന്ന് എണ്ണി നോക്കിയിട്ട് പറഞ്ഞേ. 1 2 3 4 5 5 മാമ്പഴമാണ് മാവിലുള്ളത്. അപ്പൊ നമ്മുടെ കുഞ്ഞിക്കിളി എന്താ ചെയ്തത്? ഓരോരുത്തർക്കും ഓരോ മാമ്പഴം. ഇതിൽ എത്ര പേരുള്ളത്? 1 2 3 4. അപ്പൊ എല്ലാവർക്കും ഓരോ മാമ്പഴം വെച്ചിട്ടാണ് കുഞ്ഞിക്കിളി കൊത്തിയിട്ടത്. ബാക്കി എത്ര മാമ്പഴമാണ് ഉള്ളതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ മൊത്തം എത്ര മാമ്പഴം ഉണ്ട്? 5 മാമ്പഴം ഉണ്ട്. എത്ര ആൾക്കാരുള്ളത്? 4 പേരുള്ളത് അല്ലെ. അപ്പൊ 5ൽ നിന്നും 4 കുറയ്ക്കുക. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? നമ്മുടെ ഫിംഗേഴ്സ്, നമ്മുടെ കയ്യിലെ വിരലുകൾ 5 വിരലുകൾ നിവർത്തി പിടിച്ചു. അതിന് 4 വിരൽ മടക്കിക്കേ. 4 വിരൽ മടക്കിയാൽ ബാക്കി എത്ര വിരലുള്ള? 1 അല്ലേ ഉള്ളൂ അല്ലേ? നമ്മൾ അല്ലെങ്കിൽ വര വരച്ച് നമുക്ക് കുറയ്ക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മൈനസ് ചെയ്യാൻ കുറയ്ക്കാൻ അറിയില്ലെങ്കിൽ 5 വര വരച്ചു. 5 4 വര വെട്ടിക്കളയുക. ബാക്കി എത്രയുള്ള? 1 അല്ലേ ഉള്ളത്? അങ്ങനെ നമുക്ക് കുറയ്ക്കാം. ഇവിടെ ചിത്രം തന്നിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് ഉത്തരം അറിയാൻ പറ്റും. ഓരോ മാമ്പഴം ഓരോരുത്തർക്ക് കൂടുതൽ. ബാക്കി എത്ര ഉണ്ട്? 1 അല്ലേ ഉള്ളത്? അപ്പൊ ബാക്കി എത്രയാ? 1. എങ്ങനെ കിട്ടി? 5ൽ നിന്നും 4 കുറയ്ക്കുക. 5ൽ നിന്ന് 4 കുറച്ചപ്പോൾ 5 എന്ന് പറഞ്ഞാൽ മാമ്പഴങ്ങളുടെ എണ്ണമാണ്. 4 എന്ന് പറഞ്ഞാൽ ഇവർ 4 പേര്. അപ്പൊ 5ൽ നിന്ന് 4 കുറച്ചാൽ ഉത്തരം എന്താ വരിക? 1 ആണ് വരിക. അടുത്തത് വരച്ചു യോജിപ്പിക്കൂ, എണ്ണം എഴുതൂ. അപ്പൊ ഇതും വരച്ചു യോജിപ്പിക്കുന്ന ചോദ്യമാണ്. വഴിയരികിൽ ക്യാരറ്റ് കണ്ട മുയലിന് സന്തോഷമായി. അപ്പൊ നമുക്കറിയാലോ, മുയലിന് ഇഷ്ട ആഹാരം എന്താ? ക്യാരറ്റ് ആണ് അല്ലെ. ക്യാരറ്റ് കൊതിയനാണ് നമ്മുടെ കിട്ടുമുയൽ. അപ്പൊ ഇവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് എന്ത് കണ്ടത്? അങ്ങനെ ക്യാരറ്റ് ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. ക്യാരറ്റിന്റെ കൂട്ടമായിട്ട് ഇങ്ങനെ ക്യാരറ്റ് വെച്ചിരിക്കുന്നു. അപ്പൊ എന്താ നമ്മുടെ മുയൽ എന്താ പറയുന്നത്? ഹായ് ക്യാരറ്റ്, നമുക്ക് വാങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നോക്കൂ, നമ്മുടെ ഇവിടെ ഓരോ കൂട്ടം വെച്ചിട്ടുണ്ട്. അത് കുറച്ച് എണ്ണമായിട്ട് ഓരോ കൂട്ടമാക്കിയിട്ടാണ് ക്യാരറ്റ് വെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ കൂട്ടം മുയലെടുത്തു. ഇതിൽ ഏറ്റവും വലിയ കൂട്ടം വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളത്, കൂടുതൽ ക്യാരറ്റുകൾ ഉള്ള കൂട്ടമാണ് നമ്മുടെ മുയലെടുത്തത്. അപ്പൊ എണ്ണി നോക്കി നമുക്ക് മനസ്സിലാവും. ഏറ്റവും കാണുമ്പോൾ തന്നെ അറിയില്ല ഏറ്റവും നിറയെ ക്യാരറ്റ് ഏതിലാണ് ഉള്ളത്? ഇതിലാണ്. അപ്പൊ ഈ കൂട്ടമാണ് നമ്മുടെ മുയലെടുത്തത്. അപ്പൊ എന്ത് ചെയ്യണം? വരച്ച് യോജിപ്പിക്കുക. ഓരോരുത്തരും എടുത്ത ക്യാരറ്റ് കൂട്ടങ്ങളിലേക്ക് വരച്ച് യോജിപ്പിച്ചിട്ട് ആ ക്യാരറ്റുകളുടെ എണ്ണം കൂടി എഴുതണം. ഓക്കെ, ഇതുപോലെ കണ്ടോ. ഇവിടെ നമ്മുടെ കിട്ടുമുയൽ എടുത്തിരിക്കുന്ന ക്യാരറ്റുകൾ എത്ര എണ്ണം? 7 എണ്ണമാണ് ഉള്ളത്. എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7 എണ്ണമാണ് ഇതിലുള്ളത്. അടുത്തത് അണ്ണാനും മാനും എടുത്ത കൂട്ടങ്ങളിലേക്ക് വരച്ച് യോജിപ്പിക്കൂ, എണ്ണം എഴുതൂ. അപ്പൊ ഇതുപോലെ അണ്ണാൻ എന്താ പറയുന്നത്? എനിക്ക് ചെറിയ കൂട്ടം മതി. എന്ന് വെച്ചാൽ ഏറ്റവും കുറവ് സംഖ്യ ഉള്ളത് ഏതാ? അത് എനിക്ക് മതി എന്നാണ് അണ്ണാൻ പറയുന്നത്. നമ്മുടെ മാൻ എന്ത് പറഞ്ഞു? എനിക്കും അനിയനും ഒരേ എണ്ണം വേണം എന്ന് വെച്ചാൽ മിന്നുമാനും മിന്നുവിന്റെ അനിയനും ഒരേ എണ്ണം വേണം. അപ്പൊ ഒരേ സംഖ്യയുള്ള കൂട്ടം ഏതാ? അതിലേക്കാണ് വരച്ച് യോജിപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എണ്ണം എഴുതാം. ഇവിടെ നോക്കി എണ്ണി നോക്കൂ. 1 2 3. ഇത് 3 എണ്ണം അല്ലേ? അതുപോലെ ഇത് നോക്കൂ. 1 2 3 അല്ലേ? അപ്പൊ ഒരേ സംഖ്യകളാണ് വരുന്നത്. അടുത്തത് ഇവിടെ നോക്കൂ, 2 എണ്ണം. അടുത്തെന്താ? 5. ഇതിൽ 5 എണ്ണം ഉണ്ട്. ഇനി എന്ത് ചെയ്യുക? വരച്ച് യോജിപ്പിക്കുക. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 2 ആണ്. അപ്പൊ അണ്ണാൻ എന്തായിരിക്കും? ഈ 2 ക്യാരറ്റ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. മാനോ ഒരേ സംഖ്യ പറയുന്നത് 2 3 അല്ലേ? അപ്പൊ ഇതിലേക്ക് എന്ത് ചെയ്യുക? വരച്ച് യോജിപ്പിക്കുക. ബാക്കി വന്ന കൂട്ടങ്ങളുടെ എണ്ണം എഴുതും. ഇവിടെ എന്താ? 5 എണ്ണം. അപ്പോൾ എന്ത് ചെയ്യുക? 5 ക്യാരറ്റ് അല്ലേ? ഇപ്പോൾ 5 എന്ന് എഴുതുക. കൂട്ടുകാരും നിങ്ങളും ചെയ്തത് ഒരുപോലെയാണോ? എങ്ങനെ കണ്ടുപിടിച്ചു? നമ്മൾ ഇത് എണ്ണി നോക്കിയിട്ട് കണ്ടുപിടിച്ചതാണ്. അടുത്ത പേജ്. നടന്ന് അങ്ങനെ ഒരു കുളക്കരയിലെത്തി. ഇങ്ങനെ നമ്മുടെ മിന്നുവും അതുപോലെ കിട്ടുവും കുഞ്ഞിക്കിളിയും പൂമ്പാറ്റയൊക്കെ കൂടെ ഇങ്ങനെ യാത്ര പോയി ഇവരെവിടെ എത്തി? ഒരു കുളക്കരയിലാണ് എത്തിയത്. ഓക്കെ, കുളക്കര കാണുന്നില്ലേ? കുളമൊക്കെ കാണുന്നില്ലേ? എന്തൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് കുളത്തില്? തവളകൾ ഇരിക്കുന്നുണ്ട്. ആമ, അതുപോലെ നോക്കൂ, ആമയും താമരയും ഒക്കെ ഉണ്ട് അല്ലെ? നിറയെ ചെടികളും കൊക്കൊക്കെ ഉണ്ട്. അപ്പൊ തുമ്പികളൊക്കെ കാണുന്നില്ലേ? അപ്പൊ ഇതെല്ലാം ഉണ്ട്. അതുപോലെ ചിലന്തി വല കെട്ടിയിട്ടുണ്ട്. ചിലന്തി വലയുണ്ട്. അപ്പൊ അവർ ആരെയൊക്കെ കണ്ടു എണ്ണി എഴുതും. അപ്പൊ ആരെയൊക്കെ ആയിരിക്കും ഇവർ കണ്ടിട്ടുണ്ടാവുക? അത് എവിടെ നോക്കൂ, ചിത്രം തന്നിട്ടുണ്ട്. എണ്ണി നോക്കി എഴുതാനാണ് പറയുന്നത്. ആദ്യത്തെ ചിത്രം തവളയാണ്. നിങ്ങൾ കണ്ടില്ലേ? ഇലയുടെ മുകളിൽ തവള ഇരിക്കുന്നുണ്ടല്ലേ? അപ്പൊ എത്ര തവളകളെ കാണുന്നത്? 1 2 3 4 തവളകളായി ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ 4 എന്ന് എഴുതുക. അടുത്ത ഇതേപോലെ എത്ര മീനുണ്ട് ഇവിടെ? 1 2 3 4 5 6 മീനുണ്ട്. പിന്നെ ഇവിടെ നോക്കൂ, ഇത് കൊക്കാണ്. കൊക്ക് അല്ലെങ്കിൽ കൊച്ചി എന്ന് പറയും. ഈ പക്ഷിയെ പറയുന്ന പേരാണ്. ഇവിടെ എത്ര ഉണ്ട്? കൊക്ക് എത്ര ഉണ്ട്? 3 എണ്ണം. അതുപോലെ ഇവിടെ നോക്കൂ, താറാക്കുട്ടി എത്രയുണ്ട്? താറാവിന്റെ കുട്ടി ഇത് നോക്കൂ, എത്ര? 2 എണ്ണം ഉണ്ട് അല്ലെ? 2 എണ്ണം. പിന്നെ ആമ 1. തുമ്പികളോ? 1 2 3 4 5 തുമ്പികളാണ് ഉള്ളത്.
ഏതാണ് കൂടുതൽ ആ കളത്തിന് നിറം കൊടുക്കൂ. ഇപ്പൊ ഇവിടെ നമ്മൾ ഓരോ കളങ്ങളിലാണ് സംഖ്യ എഴുതിയത് അല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ ഏതാണോ കൂടുതൽ ഉള്ളത് ഏതാ അതിന് ആ കളത്തിനുള്ളിൽ നിറം കൊടുക്കാനാ പറഞ്ഞത്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ, ഏറ്റവും നിറയുള്ളത് ആരാണ്, മീനാണുള്ളത് അല്ലെ, 6 അല്ലേ. അപ്പൊ ഈ 6ന്റെ കോളത്തിന് എന്ത് ചെയ്യുക, നിറം കൊടുക്കുക. എണ്ണം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമത്തിൽ എഴുതും. ഇങ്ങനെ എണ്ണം കുറഞ്ഞതിൽ നിന്ന് എന്ന് വെച്ചാൽ ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യ എന്ന ഓർഡറിലാണ് എഴുതേണ്ടത്, എന്ന ക്രമത്തിലാണ് എഴുതേണ്ടത്. അതിൽ ഏറ്റവും എണ്ണം കുറവാരാ, ആമയാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, ആമയുടെ സംഖ്യ എഴുതുക. അടുത്തത് ആരാ കുറവ്, അടുത്തത് താറാവ് അല്ലെ, താറാവ്. അപ്പൊ 2 എന്ന് എഴുതുക. അടുത്ത എണ്ണം കുറവ് ഏതാ, കൊക്കാണ്. അപ്പൊ അത് 3. അടുത്തത് നമ്മുടെ ആരാ, തവള 4. പിന്നെ തുമ്പി 5. പിന്നെ അവസാനം മീൻ 6. ഇതാണ്. അപ്പൊ 1 തൊട്ട് 6 വരെയുള്ള സംഖ്യകൾ ക്രമത്തിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. ആദ്യം 1, പിന്നെ 2, 3, 4, 5, 6. ഇത് ഈ ക്രമത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് കുഞ്ഞിക്കിളികൾ. അപ്പൊ ഇവിടെ നോക്കൂ, കുഞ്ഞിക്കിളികൾ. ഇപ്പോൾ എത്ര കുഞ്ഞിക്കിളികൾ, ഇവിടെ നോക്കൂ, കുഞ്ഞിക്കിളികൾ ഇവിടെ നേരെ ഈ ബ്രാഞ്ചിൽ ഈ കൊമ്പിലിരിക്കുന്ന കുഞ്ഞിക്കിളികൾ അല്ലെ, അമ്മയുടെ ഒപ്പം ഇരിക്കുകയാണ്. അപ്പൊ എത്ര കുഞ്ഞിക്കിളികൾ അവിടെ ഉള്ളത് എണ്ണി നോക്കിക്കേ. 1, 2, 3, 4, 5, 6, 7, 8. 8 കുഞ്ഞിക്കിളികളാണ് ഉള്ളത് അല്ലെ. ഇപ്പോൾ എത്ര കുഞ്ഞിക്കിളികളുണ്ട്, 8. അപ്പൊ ഇവിടെ കോളത്തിനകത്ത് കണ്ടോ, 8 കണ്ടോ, ഈ കുത്തികൾക്ക് മേലെ കൂടി ജോയിൻ ചെയ്ത് എന്ത് ചെയ്യുക, 8 എന്ന് എഴുതുക. അതാ കുഞ്ഞിക്കിളി. കൂടെ 3 പേരും ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ മിന്നുന്റെയും എന്താണ് കിട്ടുമുയലും കൂടെ വരുന്ന കുഞ്ഞിക്കിളിയും വന്നു. കുഞ്ഞിക്കിളിനെ കണ്ടപ്പോ അമ്മ പറയണല്ലോ, അതാ കുഞ്ഞിക്കിളി വരുന്നുണ്ട്, കൂടെ 3 പേരുണ്ടല്ലോ. അങ്ങനെ കുഞ്ഞിക്കിളി അമ്മയുടെ അടുത്തെത്തി. അവസാനം കുഞ്ഞിക്കിളി ആരുടെ അടുത്തെത്തി, ആ കുഞ്ഞിക്കിളിയുടെ അമ്മയുടെ അടുത്തെത്തി. ഇപ്പോൾ കുഞ്ഞിക്കിളികൾ 9. ഇപ്പൊ മൊത്തം എത്ര കുഞ്ഞിക്കിളികളുണ്ട്, 8 എണ്ണം ഉണ്ടായിരുന്നു. 8 എണ്ണത്തിന്റെ കൂടെ ഒന്നുകൂടെ ചേർന്നാൽ, 8ന്റെ കൂടെ 1 ചേർന്നാൽ, 1 കൂടിയാൽ എന്താ ഉത്തരം, എന്താ 9. 9 പേർക്കും സന്തോഷമായി. അപ്പൊ ഇവിടെ എന്ത് എഴുതണം, 9 എന്ന് എഴുതുക. ഇനി എന്ത് ചെയ്യുക, ക്രമമായി എഴുതുക. അപ്പൊ നമ്മൾ 1 തൊട്ട് 6 വരെ ക്രമമായി എഴുതാൻ പഠിച്ചു അല്ലേ. 1, 2, 3, 4, 5, 6 വരെ നമ്മൾ ക്രമത്തിൽ എഴുതാൻ പഠിച്ചു. ഇനി 6 കഴിഞ്ഞാൽ എങ്ങനെ ക്രമത്തിൽ എഴുതുക, 6 എന്ന് എഴുതണം. 5 കഴിഞ്ഞാൽ 6, 6 കഴിഞ്ഞാൽ 7, 7 കഴിഞ്ഞാൽ 8, 8 കഴിഞ്ഞാൽ എന്താ 9. ഇങ്ങനെയാണ് ക്രമത്തിൽ എഴുതുക. അടുത്ത നെക്സ്റ്റ് പേജ്. കുഞ്ഞിക്കിളിയെ അമ്മയുടെ അടുത്ത് എത്തിച്ച് അവർ തിരികെ എത്തി. അങ്ങനെ കുഞ്ഞിക്കിളിയുടെ അമ്മയുടെ അടുത്ത് എത്തിച്ച് അവർ എവിടെ എത്തി, തിരികെ എത്തി. അപ്പൊ ഇത് നോക്കൂ, മൊബൈൽ ഫോൺ തൊപ്പിക്കാരന്റെ ആയിരിക്കും. അപ്പോഴാണ് അവർ എന്ത് കണ്ടത്, നേരത്തെ ഉണ്ടായിരുന്ന സഞ്ചി ഇരുന്ന സ്ഥലത്ത് എന്തുണ്ടായത്, ഒരു മൊബൈൽ ഫോൺ കിടക്കണു അല്ലെ. ആർക്കാ മൊബൈൽ ഫോൺ കിട്ടിയത്, ആർക്കാണ്, നമ്മുടെ കിട്ടുമുയലിനാണ് ഫോൺ കിട്ടിയത്. അപ്പൊ നമ്മുടെ മിന്നു എന്താ പറയുന്നത്, അത് ആരുടെ ആയിരിക്കും, ആ തൊപ്പിക്കാരന്റെ ഫോൺ ആയിരിക്കും എന്ന് പറയുകയാണ്. തൊപ്പിക്കാരനായിരുന്നല്ലോ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ മൊബൈൽ ഫോൺ ലോക്ക് തുറക്കാം. അപ്പൊ എങ്ങനെ ലോക്ക് തുറക്കാം, എല്ലാവരും ശ്രമിക്കുകയാണ്. ഫോൺ കിട്ടിയപ്പോൾ എല്ലാവരും ലോക്ക് തുറക്കാൻ നോക്കുകയാണ് കേട്ടോ. നമ്പർ ലോക്ക് തുറന്ന് നോക്കൂ. അപ്പൊ എല്ലാവരും കൂടി നമ്പർ ലോക്ക് തുറന്ന് നോക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ മുയൽ അമർത്തിയത് ഏതൊക്കെ സംഖ്യകളാണ്, 2, 4, 8 അമർത്തി. അണ്ണൻ 3, 5, 7, 8 ആണ് എന്ത് ചെയ്തത്, പ്രസ് ചെയ്തത്. കുരങ്ങ് 1, 2, 3, 5, 7, 8 പ്രസ് ചെയ്തു. തത്ത എങ്ങനെ പ്രസ് ചെയ്തത്, തത്ത ഏതൊക്കെ ബട്ടണാണ് അമർത്തിയത്, നമ്പർ ലോക്ക് അമർത്തിയത്, 1, 2, 3, 4, 5, 6, 7, 8, 9. ഓരോരുത്തരും മാറി മാറി നമ്പർ ലോക്ക് തുറക്കാൻ നോക്കി. അവർ അമർത്തിയ നമ്പറിൽ മഞ്ഞ നിറം തെളിഞ്ഞു. അപ്പോഴേക്കും രാമുണ്ണി മാമൻ അവിടെ എത്തി. അപ്പൊ രാമുണ്ണി മാമൻ എന്താ പറയുന്നേ, എന്റെ മൊബൈൽ ഫോൺ തുറക്കണമെങ്കിൽ 1 മുതൽ 9 വരെയുള്ള എല്ലാ നമ്പറിലും അമർത്തണം. അപ്പൊ 1 തൊട്ട് 9 വരെയുള്ള എല്ലാ നമ്പറിലും അമർത്തിയാൽ മാത്രമേ, പ്രസ് ചെയ്താൽ മാത്രമേ ഫോൺ തുറക്കൂ. അപ്പൊ ആരായിരിക്കും ഇത് ഫോൺ തുറന്നിട്ടുണ്ടാവുക, ആർക്കായിരിക്കും മൊബൈൽ തുറക്കാൻ കഴിഞ്ഞത്, മുയലിനാണോ, അണ്ണാനാണോ, കുരങ്ങിനാണോ, തത്തയ്ക്കാണോ? 1 തൊട്ട് 9 വരെയുള്ള എല്ലാ സംഖ്യകളിലും അമർത്തിയിരിക്കുന്നത് ആരാണ്, തത്തയാണ് അല്ലെ. അപ്പൊ ഫോൺ തുറക്കാൻ കഴിഞ്ഞത് ആർക്കാണ്, തത്ത. അവ ക്രമമായി എഴുതൂ എന്ന് വെച്ചാൽ 1 തൊട്ട് 9 വരെയുള്ള സംഖ്യകൾ നമ്മൾ പഠിച്ചു എങ്ങനെ ക്രമമായിട്ട് എഴുതുക എന്നുള്ളത്. ആദ്യം 1, പിന്നെ 2, 3, 4, 5, 6, 7, 8, 9. അപ്പൊ ഇങ്ങനെ ക്രമമായിട്ട് 1 തൊട്ട് 9 വരെ എഴുതാനാണ് പറയുന്നത്. മൊബൈൽ ഫോണിൽ ഒരു നമ്പർ കൂടി ഉണ്ടല്ലോ, ആ നമ്പർ ഏതാണ്? കണ്ടിട്ടില്ലേ, നിങ്ങൾ മൊബൈൽ ഫോണിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ 1 തൊട്ട് 9 വരെയാണ് ഉണ്ടാവുക അല്ല. ഏത് സംഖ്യ, നമ്മൾ പഠിച്ച സംഖ്യയാണ്, ഏതാണ്, 0 ആണ് അല്ലെ. 0 കൂടി ഉണ്ടാവും. ഫോട്ടോ നോക്കൂ. തൊപ്പിക്കാരന് മൊബൈൽ ഫോൺ തിരിച്ചു കിട്ടി. മൊബൈൽ ഫോണിൽ എടുത്ത് ഫോട്ടോ നോക്കുമ്പോൾ തൊപ്പിക്കാരന്റെ ഫോണൊക്കെ തിരിച്ചു കിട്ടി. വളരെ സന്തോഷത്തോടു കൂടെ ഫോൺ തിരിച്ചു കൊടുത്ത് അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഫോട്ടോ നോക്കിക്കേ, മൊബൈൽ ഫോണിൽ കാണുന്ന ഫോട്ടോ കണ്ടില്ലേ. ഇനി ശരി ഉത്തരം ടിക്ക് ചെയ്യൂ. ഈ ഫോട്ടോയിൽ ആരെയൊക്കെ നിങ്ങൾ കാണുന്നതാരാ, നമ്മുടെ കിട്ടുമുയലുണ്ട്, അതുപോലെ മിന്നുമാനുണ്ട്, പിന്നെ നമ്മുടെ പിങ്കിക്കുരങ്ങുണ്ട്, അണ്ണാനുണ്ട്, തത്തയുണ്ട്, പൂമ്പാറ്റിയുണ്ട്. ഇത് നോക്കി ശരി ഉത്തരം ടിക്ക് ചെയ്യുക. ഫോട്ടോയിൽ ആകെ എത്ര പേരുണ്ട്? അപ്പൊ എണ്ണി നോക്കി വേഗം ഉത്തരം പറഞ്ഞ, എത്ര പേരുള്ളത് ഫോട്ടോയില്? 1,
2 3 4 5 6 6 പേരാണല്ലോ. അപ്പൊ ഇതിൽ ഏതാണ് 6? ഇതാ. അപ്പൊ ഇതിൽ എന്ത് ചെയ്യാ? ടിക്ക് ചെയ്യാം. മാനിന്റെ ഇടതുവശത്ത് ആര്? നമ്മുടെ മാൻ ഇവിടെ ഉണ്ട്. ഇതിന്റെ ഇടതുവശം എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് ആരായിരിക്കുന്നേ? തത്തയാണോ, കുരങ്ങാണോ, അണ്ണാനാണോ? കുരങ്ങ്. 4 കാലുകൾ. നീ ഇതില് ഏതാ ശരി ഏതാ തെറ്റ് അതാണ് ടിക്ക് ചെയ്യേണ്ടത്. 4 കാലുള്ള 4 മൃഗങ്ങളുണ്ട്. 4 കാലുള്ള 4 മൃഗങ്ങൾ ഉണ്ടോ ഇവിടെ? ഉണ്ട് അല്ലേ? ഇവർക്ക് 4 ആൾക്കും 4 കാലുണ്ട്. അപ്പൊ ഇത് ശരിയാണ്. അപ്പൊ ശരി എന്ന കോളത്തിൽ ടിക്ക് ചെയ്യുക. പറക്കുന്നവയാണ് കൂടുതലുള്ളത്. അതായത് ഈ ചിത്രത്തിൽ പറക്കുന്നവയാണ് കൂടുതലുള്ളത്. ശരിയാണോ? അല്ല അല്ലെ? പറക്കുന്ന ആൾക്കാർ ആരാ ഉള്ളത്? പൂമ്പാറ്റയും തത്തയും മാത്രമേ ഉള്ളൂ. 2 ആളുകൾ. ബാക്കി 4 പേരുണ്ട് അല്ലെ പറക്കാത്തവ. അപ്പൊ ഇത് ഈ പറഞ്ഞത് എന്താണ്? തെറ്റാണ്. അപ്പൊ തെറ്റെന്നുള്ള കോളത്തിൽ ടിക്ക് ചെയ്യുക. പൂമ്പാറ്റയും തത്തയും മറ്റുള്ളവരുടെ മുകളിലാണ്. പൂമ്പാറ്റയും തത്തയുള്ളത് മറ്റുള്ള ആൾക്കാരുടെ, അതായത് നമ്മുടെ ഈ താഴെ 4 പേരുടെ മുകളിലാണ് ഉള്ളത്. ശരിയല്ലേ? ശരിയാണ്. അപ്പൊ ശരി എന്നുള്ള കോളത്തിൽ ടിക്ക് ചെയ്യുക. അടുത്തത് മുയലുകൾക്ക് തൊപ്പി കൊടുക്കാം. ഇവിടെ നോക്ക്, മുയലിന്റെ കൂട്ടമുണ്ട്, തൊപ്പിന്റെ കൂട്ടമുണ്ട്. ഏതാണ് കൂടുതൽ? അതായത് മുയലിന്റെ കൂട്ടമാണോ തൊപ്പിയുടെ കൂട്ടമാണോ കൂടുതലുള്ളത്? ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളത് ഏതാണെന്നാണ്, കൂടുതൽ സംഖ്യ ഉള്ളത് ഏതാ? എണ്ണി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെ? മുയൽ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കൂ. 1 2 3 4 5 6 6 മുയലാണ് ഉള്ളത്. തൊപ്പി എത്ര മുയലുണ്ട്? തൊപ്പികൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 9 തൊപ്പിയാണ് ഉള്ളത്. അപ്പൊ ഏതാണ് കൂടുതൽ? കൂടുതലുള്ളത് ടിക്ക് ചെയ്യുക. അതായത് മുയലാണോ തൊപ്പിയാണോ കൂടുതൽ? തൊപ്പിയാണ്. അപ്പൊ തൊപ്പിയുടെ കോളത്തിൽ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. ഒരു തൊപ്പി വീതം കൊടുത്താൽ മുയലുകൾക്കെല്ലാം കൂടി എത്ര തൊപ്പി വേണം? എന്ന് വെച്ചാൽ ഓരോ മുയലിനും ഓരോ തൊപ്പി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ മുയലുകൾക്ക് എത്ര തൊപ്പി വേണം? അപ്പൊ എത്ര മുയലുള്ളത്? 6 മുയലിൽ. അപ്പൊ അവർക്ക് എത്ര തൊപ്പി വേണ്ടി വരും? 6 തൊപ്പിയാണ് വേണ്ടി വരിക. അപ്പൊ 6 പേർക്കും ഓരോ തൊപ്പി കൊടുത്തു. ബാക്കി എത്ര തൊപ്പി ഉണ്ടാവും? എല്ലാവർക്കും ഓരോ തൊപ്പി കൊടുത്ത് നോക്കിക്കേ. അപ്പൊ ബാക്കി എത്ര തൊപ്പി ഉണ്ടാവുക? 3 തൊപ്പിയാണ് ബാക്കി ഉണ്ടാവുക. അടുത്തത്, മരത്തിൽ ആരാണ് ഒളിച്ചിരിക്കുന്നത്? 1 മുതൽ 9 വരെ തുടർച്ചയായി വരച്ച് യോജിപ്പിക്കൂ, നിറം കൊടുക്കൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും 1 തൊട്ട് 9 വരെ തുടർച്ചയായിട്ട് ക്രമമായിട്ട് എഴുതാൻ പഠിച്ചതല്ലേ? അപ്പൊ ഇവിടെ നോക്കൂ, നമ്മൾ ഒരു മരത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു പക്ഷിയുടെ ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ 1 തൊട്ട് 9 വരെ കുത്തുകൾ യോജിപ്പിച്ച് കറക്റ്റ് ആയിട്ട് ക്രമത്തിൽ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിത്രം പൂർത്തിയാക്കാൻ പറ്റും. എന്നിട്ട് ചിത്രത്തിന് എന്ത് ചെയ്യുക? നിറം കൊടുക്കുക. നമ്മുടെ ഒരു പക്ഷിയാണ് അല്ലെ, ഒരു ബേർഡാണ് ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത്. സംഖ്യകൾ ക്രമമായി എഴുതുക. എന്നിട്ട് 1 തൊട്ട് 9 വരെയുള്ള സംഖ്യകൾ ക്രമമായിട്ട് എഴുതുക. 1 എഴുതിയിട്ടുണ്ട്. ബാക്കി എന്താ? 2 3 4 5 6 7 8 9. ഇതുപോലെ എന്ത് ചെയ്യുക? 1 തൊട്ട് 9 വരെ സംഖ്യകൾ ക്രമമായിട്ട് എഴുതുക. 1 കൂടുതൽ പൂക്കൾക്ക് നിറം കൊടുക്കണം. ഇവിടെ കുറച്ച് പൂക്കൾ കണ്ടില്ലേ? എല്ലാ പൂക്കളുടെ നിറം എന്താ? ഇവിടെ വെള്ള നിറമാണ് അല്ലെ? അപ്പൊ പൂക്കൾക്ക് നിറം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. വെറുതെ കൊടുത്താൽ പോരാ, ഏതെങ്കിലും നിറം കൊടുത്താൽ പോരാ. ഇവിടെ പറയുന്നുണ്ട് മഞ്ഞപ്പൂക്കളേക്കാൾ 1 കൂടുതൽ ആയിരിക്കണം ചുവന്ന പൂക്കൾ. അപ്പൊ ഏതൊക്കെ നിറം കൊടുക്കാൻ പാടുള്ളൂ? മഞ്ഞ നിറവും ചുവന്ന നിറവുമാണ്, ചുവപ്പുമാണ് കൊടുക്കുക. മഞ്ഞ വെച്ചാൽ യെല്ലോ, ചുവപ്പ് എന്ന് വെച്ചാൽ എന്താ? റെഡ്. അപ്പോൾ നമ്മുടെ ചുവപ്പും അതുപോലെ മഞ്ഞ നിറമാണ് കൊടുക്കേണ്ടത്. പക്ഷെ വെറുതെ അങ്ങോട്ട് എടുത്ത് കൊടുത്താൽ പോരാ. ഇവിടെ എത്ര പൂക്കളാണ് ഉള്ളത്? 1 2 3 4 5 6 7 8 9 പൂക്കളുണ്ട്. അപ്പൊ മഞ്ഞ പൂക്കളെക്കാൾ 1 കൂടുതലായിരിക്കണം. എന്ന് വെച്ചാൽ എത്ര നമ്മൾ മഞ്ഞ പൂക്കൾക്ക് എത്ര പൂക്കൾക്ക് നമ്മൾ മഞ്ഞ നിറം കൊടുത്തോ അതിനേക്കാളും 1 കൂടുതലായിരിക്കണം ചുവന്ന പൂക്കൾ. ഓക്കെ, അപ്പൊ എങ്ങനെ നിറം കൊടുക്കാം? ഇവിടെ നോക്കൂ, 5 ചുവന്ന പൂക്കളും 4 മഞ്ഞപ്പൂക്കളും. കണ്ടില്ലേ? ഇതുപോലെ എന്ത് ചെയ്യുക? പൂക്കൾക്ക് നിറം കൊടുക്കുക. അടുത്തത്, 6 എണ്ണത്തിന് ഒരു കുട്ടയിലാക്കൂ. ഇവിടെ നോക്കൂ, കുറച്ച് മാങ്ങകൾ ഇരിക്കുന്നുണ്ട് അല്ലെ? അതിൽ 6 എണ്ണത്തിന് ഒരു കുട്ടയിലാക്കുക. അപ്പൊ ഈ 10 മാങ്ങകൾ എത്ര മാങ്ങകളുടെ എണ്ണി നോക്കി? 1 2 3 4 5 6 7 8 9 10 മാങ്ങയുണ്ട്. അതിലെ 6 എണ്ണത്തിന് എന്ത് ചെയ്യുക? ഒരു കുട്ടയിലിട്ടു, ഒരു ബാസ്ക്കറ്റിലിട്ടു നമ്മൾ. അപ്പൊ ആ കുട്ടയുടെ അകത്ത് എത്ര എണ്ണം ഉണ്ട്? ഉള്ളിൽ എത്ര നമ്മൾ ഇട്ടത്? ഇപ്പോ 6 എണ്ണം ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ 6 എണ്ണമാണ് അകത്തുള്ളത്. ബാക്കി പുറത്തപ്പോ എത്ര എണ്ണം ഉണ്ടാവും? ബാക്കി 10ൽ നിന്നും 6 കുറച്ചു കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 4. അടുത്തത്, മുയലിന്റെ കൂട്ടം നോക്കൂ. ഇവിടെ നോക്കൂ, മുയൽ അല്ലെ? 5 മുയലുകളെ ഒരു കൂട്ടിലാക്കും. ഇവിടെയുള്ള മുയലുകൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 മുയലുണ്ട്. അതിൽ 5 മുയലുകളെ എന്ത് ചെയ്യുക? ഒരു കൂട്ടിലാക്കുക. 5 മുയലിനെ ഒരു കൂട്ടിലാക്കി. അപ്പൊ കൂട്ടിനകത്ത് എത്ര മുയലുണ്ട്? അകത്ത് എത്ര? 5 എണ്ണം. അപ്പൊ പുറത്ത് എത്ര ഉണ്ടാവും? 5 എണ്ണം. 10ൽ നിന്നും 5 കുറയ്ക്കുക. 10ൽ നിന്ന് 5 കുറച്ച് നോക്കൂ, ഉത്തരം എത്ര കിട്ടി? 5 കിട്ടിയില്ലേ? അടുത്തത്, ഇവിടെ കുറച്ച് പന്തുകളാണ്. 10 പന്തുകളാണ് ഉള്ളത്. അതിലെ 2 പന്തുകൾ ഒരു പെട്ടിയിലാക്കൂ. അപ്പൊ എത്ര പന്തുകളെയാണ് നമ്മൾ പെട്ടിയിലാക്കിയത്? അകത്ത് എത്ര പന്തുകൾ ഉണ്ടാവും? പെട്ടിക്കകത്ത് എത്ര പന്ത് ഉണ്ടാവും? 2 എണ്ണം. ബാക്കി പുറത്ത് എത്ര എണ്ണം ഉണ്ടാവും? 8. എങ്ങനെ കിട്ടി? 10ൽ നിന്നും 2 കുറച്ചു. അപ്പൊ ഉത്തരം എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. അടുത്തത്, 3 പൂമ്പാറ്റകളെ ഒരു വട്ടത്തിനകത്താക്കൂ. അതായത് നമ്മൾ എന്ത് ചെയ്തു? ഈ 10 പൂമ്പാറ്റകളിൽ നിന്ന് 3 പൂമ്പാറ്റകളെ ഒരു വട്ടത്തിലാക്കി. അപ്പൊ എന്തായി? ആ വട്ടത്തിനകത്ത് എത്ര പൂമ്പാറ്റകൾ ഉണ്ടാവും? 3 എണ്ണം ഉണ്ടാവും. ബാക്കി പുറത്ത് 7 എണ്ണമാണ് ഉണ്ടാവുക. എങ്ങനെ കിട്ടുക? 10ൽ നിന്ന് 3 കുറച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? 7 ആണ്.
ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമ്മുടെ രണ്ടാമത്തെ പാഠത്തിൽ 3 തൊട്ട് 10 വരെയുള്ള സംഖ്യകളാണ് ക്രമത്തിൽ പഠിച്ചത്. എല്ലാ കൂട്ടരും ക്ലാസ് ഇഷ്ടമായില്ലേ? ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്